ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ സിനിമയെക്കുറിച്ചോ ഗപ്പിയെക്കുറിച്ചോ ഒന്നല്ല പറയുന്നത്. ഒരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ആണ്. എൻഡോസ്കോപ്പിയെക്കുറിച്ചാണ്. എനിക്കൊരു എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് എപ്പോഴും അസിഡിറ്റിയും അതുപോലെ തന്നെ ഗ്യാസ് കയറുന്ന ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഡോക്ടറിനെ കണ്ട് മരുന്ന് കഴിക്കും മാറും, ഇങ്ങനെ 2-3 തവണ ആവർത്തിച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞ എൻഡോസ്കോപ്പി നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ എൻഡോസ്കോപ്പിയെക്കുറിച്ച് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഡോക്ടർമാർ പറയുന്ന ഒരുപാട് വീഡിയോ ഉണ്ട്. അതിൻ്റെ അടിയിൽ ചെയ്തവർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ അവരോട് പലരും ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ എങ്ങനെയാണ് വേദന എടുക്കും, ഇതിന് എത്ര രൂപയാവും എന്നൊക്കെ. പക്ഷെ അതിനൊന്നും ആരും പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുത്തില്ല. എന്നാൽ പിന്നെ ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യുന്നതിന് തലേ ദിവസം മുമ്പ് രാത്രി 10 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച് തീർക്കണം. അതിനുശേഷം രാവിലെ 6 മണിക്ക് മുമ്പ് വേണേൽ വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ വെള്ളമൊന്നും കുടിച്ചില്ല. 9 മണിക്ക് ആശുപത്രിയിൽ എത്തണം എന്ന് പറഞ്ഞു. അപ്പോളോ അങ്കമാലിയിലുള്ള കറൂറ്റി അങ്കമാലി അപ്പോളോയിലാണ് ഞാൻ ചെയ്തത്. 9 മണിക്ക് അവിടെ എത്തി. അതിന് എത്തിയ ശേഷം നമ്മുടെ വാച്ചും മാല ഫോൺ ഇതൊക്കെ ഊരി കൊടുത്തതിന് ശേഷം അവരൊരു ഡ്രസ്സ് തന്നു. ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ഫോമിൽ പേര് എഴുതി ഒപ്പിടണം. അത്ര നേരം വലിയ പേടിയും ടെൻഷനൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ പേര് എഴുതി ഒപ്പിട്ടപ്പോൾ കുറച്ച് ടെൻഷനും പേടിയൊക്കെ വന്ന്. പിന്നെ ഞാൻ ആലോചിച്ച് എന്തായാലും നമ്മൾ വന്ന് ഇത് ചെയ്യണം, ഇപ്പം ചെയ്തേ പറ്റുമോ, വെറുതെ ആലോചിച്ച് വേറെ അസുഖമൊന്നും കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കൂളായിട്ടിരുന്നു. നമ്മളെ വേറെ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയ ശേഷം നമ്മുടെ വായിലേക്ക് ഒരു മരുന്ന് അടിച്ചു തരും. അത് നമ്മുടെ തൊണ്ട മരവിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അത് ഭയങ്കര ഒരു കയപ്പ് വെച്ചോ പെട്ടെന്ന് ഒരു ചുമയൊക്കെ എനിക്ക് വന്നിരുന്നു. അതിനുശേഷം നമ്മൾ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ ചരിച്ചെടുത്തിട്ട് നമ്മുടെ വായിലൊരു ക്ലിപ്പ് വെക്കും. അത് വായി നമ്മൾ അടയ്ക്കാതിരിക്കാനൊക്കെ വേണ്ടിയാണ്. അത് പുറകെ ഇങ്ങനെ നേഴ്സിനെ പിടിക്കും. അതിനുശേഷം ഒരു ട്യൂബിൽ ക്യാമറ പോലെ കടത്തിയിട്ട് ഉള്ളൊരു സംഭവമാണ്. അത് നമ്മുടെ ഡോക്ടർ നമ്മുടെ വായിലേക്ക് ഇങ്ങനെ ഇറക്കുമ്പോൾ നമുക്ക് വേദനയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്കൊരു അസ്വസ്ഥത തരും, അൺകംഫർട്ടബിൾ ഫീൽ ആയിരിക്കും. അതിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയും ഇടയ്ക്കൊന്ന് ഇറക്കി കൊടുക്കണം എന്ന്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അതിനെ ഇറക്കി കൊടുക്കണം. ഇങ്ങനെ നോർമലായിട്ട് ഇറക്കി കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ വായ തുറന്നിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചാക്കിയിരിക്കും. അതിനെ ഇറക്കി കൊടുക്കണം. അപ്പോൾ ഈ പ്രൊസീജിയർ ഏകദേശം 3 to 4 മിനിറ്റ് ഉണ്ട്. നമുക്കിത് സ്ക്രീനിലൂടെ കാണാൻ പറ്റും ഇങ്ങനെ ക്യാമറ ഇറങ്ങി പോകുന്നത്. നമുക്ക് വേദന എടുക്കില്ലെങ്കിൽ നമുക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ ആയിരിക്കും. ഇത് പെട്ടെന്നൊന്ന് എടുത്താൽ മതിയായിരുന്നു എന്നൊരു രീതി. കാരണം നമ്മുടെ ഈ പൈപ്പ് ഇങ്ങനെ ഈ ഇറങ്ങിപ്പോകുന്ന ആ ട്യൂബ് ഇറങ്ങിപ്പോകുന്നത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. നമ്മുടെ ഫയറിലൂടെ എന്തോ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഏകദേശം 4 മിനിറ്റ് കഴിയുമ്പോൾ ഇതുകൊണ്ട് തിരിച്ച് പുറത്തേക്ക് എടുക്കും. അപ്പോൾ നമുക്ക് വേദന ഇല്ലെങ്കിൽ നമുക്ക് ആശ്വാസമായി എന്ന രീതിയിലും ഒപ്പം ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ വായൊക്കെ കഴുകി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതിനുശേഷം നമ്മുടെ തൊണ്ട മരവിച്ച് തന്നെ ഇരിക്കുകയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് മാറുള്ളൂ. നമ്മൾ ചൂടുവെള്ളം കുടിച്ച് കഴിയുമ്പോൾ അത് ശരിയാവും. അതിനുശേഷം അവർ ബ്രെഡും അതുപോലെ തന്നെ ജാം ഇതൊക്കെ തരും. ഭക്ഷണമൊക്കെ കഴിച്ച് ഒപ്പം അവർ റിപ്പോർട്ട് പറയും എന്താണ് അസുഖം എന്തൊക്കെയാണെന്ന്. അപ്പോൾ എൻഡോസ്കോപ്പി ഇത്രേ ഉള്ളൂ. വലിയ വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു അസ്വസ്ഥത മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഉണ്ടായെന്ന് വെച്ചാൽ ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. പക്ഷേ എനിക്ക് കുറച്ച് നേരത്തേക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു. ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ചെറിയൊരു വേദന പോലെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഉണ്ടായുള്ളൂ. അതിനുശേഷം അത് മാറി. അന്നൊരു ഡേ മൊത്തത്തിൽ ഈ ട്യൂബ് ഇറങ്ങുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും. ആ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അന്നേരം ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ ഫീൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു. അന്നൊരു ദിവസം മാത്രം. അതിനുശേഷം ഒരു വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻഡോസ്കോപ്പി ഇത്രേ ഉള്ളൂ. എന്തായാലും ഭാവിയിൽ എൻഡോസ്കോപ്പി പോപ്പുലർ ആവും. ഇപ്പം അങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലും ഇത് ചെയ്യുന്നില്ല, അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും ഫുഡിങ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭാവിയിൽ എല്ലാ ഹോസ്പിറ്റലിലും ഇത് പോപ്പുലർ ആവാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ എൻഡോസ്കോപ്പി ആരും പേടിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട. വേദനയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ച് ഒരു അസ്വസ്ഥത മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ മാറുകയും ചെയ്യും. പിന്നെ പലരും എൻ്റെ റേറ്റ് എത്രയെന്ന് ചോദിച്ച് കമൻറ്റൊക്കെ ചില വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു. എന്നോട് അവർ പറഞ്ഞത് ഏകദേശം 3000 to 3200 രൂപ ആവും എന്നാണ്. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ ആയത് 3000 താഴെയായിരുന്നു. 2000 സംതിങ് ആയിരുന്നു. 3000 താഴെയും 2000 മുകളിലുമായി എനിക്കായത്. ഞാൻ അപ്പോളോ കറൂറ്റിയിലാണ് ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ടും അവിടെ ചെയ്തിരുന്നു. അവനിക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻഡോസ്കോപ്പിയെക്കുറിച്ച്. അപ്പോൾ പേടിച്ചിട്ട് ഇതാരും ചെയ്യാതിരിക്കേണ്ട. അപ്പോൾ എൻഡോസ്കോപ്പിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.